നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ കുളത്തിൽ നിന്ന് പള്ളത്തി കുഞ്ഞുങ്ങളെ പിടിക്കാൻ വേണ്ടി കേട്ടോ. കുഞ്ഞല്ല, വള്ളത്തിന് പിടിക്കാൻ പോകണം. ആദ്യം കുറച്ച് മൈദ കലക്കുന്നു. രണ്ടുപേരവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ മീൻ കുഞ്ഞുങ്ങളെല്ലാം അങ്ങോട്ട് വരും. ഇപ്പോൾ വരും. വന്നിട്ട് അറ്റാക്കിംഗ് ടൈമാണ്. കയ്യിൽ നിന്ന് കിട്ടുമോ അല്ലേ? സാരല്ല, ഇതിന്റെ ഇരട്ടി കെട്ടണ ആ സംഭവം സെറ്റായിരുന്നു. ഓക്കെ, പൊടിയൻ്റെ കയ്യിൽ നിന്ന് തോർത്ത് വിട്ടുപോയതുകൊണ്ട് നമ്മുടെ ചെറുതായിട്ടൊന്ന് പാളിപ്പോയി. സെക്കൻഡ് എൻ്റെ ചെരുപ്പ് പോയല്ലേ? ആ യെസ്, എവിടെ കിട്ടുന്നേ? വലിച്ച് കരക്കോട്ട് കിട്ടിയില്ല. അടിയിൽ നമ്മൾ പൊക്കിയപ്പോൾ കുറേ പോയി. അതുകൊണ്ടല്ല അണ്ണാ, ഇത് അവിടെ ചെല്ലുമ്പോൾ പൊങ്ങി വരും. ആ കരയുടെ മറ്റേ ചെല്ലുമ്പോൾ ചവിട്ടി പിടിച്ചാ ഒറ്റ ചവിട്ടിന് കാച്ചിക്കളും. മൊത്തത്തിൽ കാലം കൂടാതെ വിജു. ആ യെസ് യെസ് ഏലമ്മ ഏലയ്യ. അതിനാന്നറിയാം, ഈ സൈഡ് വരുമ്പോ അത് പൊങ്ങി വരും. ഇപ്പൊ ഈ താഴത്തെ ഇത് പൊങ്ങി വരും. ഇത് പള്ളത്തി ഇത്ര വലുതാവുള്ളൂ. ഇനി എന്നാ അത് മറ്റേ അത് നമ്മുടെ മറ്റേ ജീനുവളിൻ്റെ ഒക്കെ കായലിലെ വരാ. ഇത് പള്ളത്തി, ഇത് പെരുങ്കുളത്തിലെ പള്ളത്തി. കലക്കടാ കാണിക്കൂ കണ്ടാ. ഇന്ന് വൈകിട്ട് നമുക്ക് പള്ളത്തി ഫ്രൈ ചെയ്യാം. ഓക്കെ സെറ്റ് മസാ. അഭിച്ചു അവിടെ നിന്നോളാം, അപ്പുറത്ത് നിന്നോളാം. അഭിച്ചു അങ്ങോട്ട് വെള്ളത്തോട്ട് ഇറങ്ങി നിന്നോ. അവിടെ നിന്ന് ആ അങ്ങോട്ട് ഇറങ്ങി താത്തിക്കൂർ. ചൂണ്ടയൊക്കെ എടുത്ത് തോട്ടിക്കണം. ചൂണ്ടയും കൊണ്ട് 1 മണിക്കൂർ ഇരുന്നിട്ട് കിട്ടിയത് 3 എണ്ണം. സെയിം ഐറ്റം റിപ്പീറ്റ്. കണ്ടാ ഗൈസ്, ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കാൻ പറ്റുക? അയ്യോ, അത് നേരം സാരില്ല, നമുക്ക് സെറ്റാക്കാം. എൻ്റെ അമ്മായിയമ്മ ഉണ്ടാ എന്നെ ഹെൽപ്പ് ചെയ്യാൻ അല്ലേ? നീ ഹെൽപ്പ് ചെയ്തില്ലടി, യൂസ്ലെസ് വൈഫ്. വീണ്ടും അഭിച്ചു മൈദ കലക്കുന്നു. അഭിച്ചു കലക്കലിൻ്റെ മൈദ. അഭിച്ചു വയ്യ പൊറോട്ട എനിക്ക്. ഓക്കെ, അപ്പം നമ്മുടെ മൈദ തിന്നാൻ വേണ്ടി അവിടെ സാധനങ്ങൾ വന്നിട്ടുണ്ട്. വരുന്നിട്ടുണ്ട്. എടാ എടുത്തിട്ടാ അഭിച്ചു. വാരം നോക്കും
ഞങ്ങൾ ചൂണ്ടയിടാൻ വേണ്ടി വന്നതാണ്. കണ്ടോ, ചൂണ്ടയൊക്കെ ആയിട്ട് വന്ന് കുറേ നേരം നിന്നിട്ട് ഒന്നും കിട്ടിയില്ല. 2-3 മീനേ കിട്ടുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നിങ്ങൾ ഈ കാണുന്ന സെയിം സിറ്റുവേഷനിൽ ഈ തുണി ഇങ്ങനെ ഒഴുകി വരുന്നത് കണ്ടത്. അപ്പോൾ തോന്നിയൊരു ഐഡിയ ആണ്. പെട്ടെന്ന് തന്നെ മൈദയൊക്കെ കലക്കി മീൻ പിടിക്കാൻ തുടങ്ങി കേട്ടോ. മീനോട് നിൽപ്പുണ്ട്. മീനിടാനായിട്ട് നമുക്കൊരു പാത്രം എടുക്കാം. ഇതിനകത്തൊരു പഴയ വാട്ടർ ബോട്ടിലുണ്ടായിരുന്നു. മണ്ടന്മാരേ, മൊത്തം കോടതി കാറ്. ഏതാണോ കാണിച്ചത്? മണ്ണ് പോലായിരുന്നു. ഓക്കെ ഗൈസ്, ഞങ്ങൾ കുറച്ച് മീൻ കൂടി പിടിക്കട്ടെ കേട്ടോ. എന്നിട്ട് അവസാനം കാണിച്ചു തരാം മൊത്തം എത്ര ഉണ്ടെന്ന്. ഓടിക്കളി അത് സിലോപ്പി കുഞ്ഞാണ് അവിടെ നിൽക്കുന്നത്. ഇവിടെ നിൽക്കുന്ന പള്ളത്തിയാണ്, അവിടെ നിൽക്കുന്ന സിലോപ്പി കുഞ്ഞ. അത് സിലോപ്പി കുഞ്ഞ. മീൻ കാര്യം ഉണ്ടോ? ഈ ഒരു കുപ്പി നിറയെ മീൻ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിനെ കൊണ്ടുപോയിട്ട് വെട്ടണം, വെട്ടി വറക്കണം. നമുക്ക് നേരെ പോയിട്ട് ഇങ്ങനെ വെട്ടാൻ തുടങ്ങാം. കുറച്ച് സമയം എടുക്കും.